कृष्ण जय श्री राधे राधे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. രാമായണ മാസമായതുകൊണ്ട് എല്ലാവരും രാമായണ മാസമൊക്കെ ആചരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ശ്രീരാമനാമം ജപസാരസാഗരം സീതാഭിരാമം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തളിരിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം സീതാഭിരാമം ജനിമോക്ഷദായകം. അപ്പോൾ രാമ 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 എന്നുള്ള 3 രാമനാമം ഒരു വിഷ്ണു സഹസ്രനാമം മുഴുവനും വായിക്കുന്നതിൻ്റെ ഫലമാണ് തരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രാമായണ മാസ ആശംസകൾ നേരുകയാണ്. അപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് നമുക്ക് ദശകം നാരായണീയത്തിൻ്റെ ദശകം 97 പറയാനുള്ളത്. ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയുമാണ്. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഭുവനേ ഹീനമദ്യോത്തമം യത് ജ്ഞാനം ശ്രജ്ജാതകർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദഃ തത്ക്ഷേത്രത്വന്നിഷേവാദിത്തു യദിഹ പുനസ്ത്വത്പരം തത്തു സർവം പ്രാഹുർനൈഗുണ്യനിഷ്ഠം തദനുഭജനതോ മംഷു സിദ്ധോ ഭവേയം. ഈ ലോകത്തിലുള്ള സകലവും സത്വരജോ തമോ ഗുണങ്ങളുടെ സംബന്ധത്താൽ ഭിന്നരൂപം കൈക്കൊള്ളുകയും ഉത്തമം മധ്യമം അധമം എന്നിങ്ങനെ 3 തരങ്ങളായിരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനം, ശ്രദ്ധ, കർത്താവ്, വസതി, സുഖം, കർമ്മം, ആഹാരം എന്നിവയെല്ലാം ഇപ്രകാരം 3 തരങ്ങളായിരിക്കുന്നു. എന്നാൽ അവിടുത്തെ ക്ഷേത്രം, അവിടത്തോടുള്ള ഭജനം തുടങ്ങി അവിടത്തോട് ബന്ധമുള്ളതെല്ലാം ഈ ത്രിഗുണാവസ്ഥയ്ക്ക് അതീതമായുള്ള നിർഗുണമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അവിടത്തോടുള്ള ഉത്തമമായ ഭജനത്താൽ അടിയൻ വേഗത്തിൽ മുക്തനായി തീർന്നുകൊള്ളാം. അപ്പോ എന്താ പറയുന്നത്? ഈ സത്വരജസ് തമോ ഗുണങ്ങൾ എല്ലാം തന്നെ ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ 3 തരങ്ങളായി വിഭജിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിൽ ജ്ഞാനം, ശ്രദ്ധ, കർത്താവ്, വസതി, സുഖം, കർമ്മം, ആഹാരം എന്നിവയെല്ലാം ഇപ്രകാരം 3 തരങ്ങളായിരിക്കുന്നു. എന്നാൽ അവിടത്തെ ക്ഷേത്രം, അവിടത്തോടുള്ള ഭജനം തുടങ്ങി അവിടത്തോട് ബന്ധമുള്ളതെല്ലാം ഈ ത്രിഗുണാവസ്ഥയ്ക്കും അതീതമായുള്ളതാണ്. അതായത് ഭഗവാനോടുള്ള ഭക്തി വരുമ്പോൾ ഈ സത്വരജസ് തമോ ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു ഭക്തിയാണ് അവിടെ ഉണ്ടാകുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഭഗവാനോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഈ സത്വരജസ് തമോ ഗുണങ്ങൾക്കും അതീതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അങ്ങനെ അവിടത്തോടുള്ള ഉത്തമമായ ഭജനത്താൽ അടിയൻ വേഗത്തിൽ മുക്തനായി തീർന്നുകൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനോടുള്ള ആ ഉത്തമമായിട്ടുള്ള ഭക്തി, ആ ഉത്തമമായിട്ടുള്ള ഭജന, അതിലൂടെ ഭഗവാനിലേക്ക് എത്താൻ, ഭഗവാനിൽ ആ മുക്തി പ്രാപിക്കാൻ ഞാൻ തയ്യാറായിക്കൊള്ളാം, മുക്തി പ്രാപിക്കാൻ തീർന്നുകൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കണം നാം ശ്രമിക്കേണ്ടത്. ത്വയ്യേവനശ്ചിത്തഃ സുഖമയീ വിരചയൻ സർവചേഷ്ടാസ്ത്വദർദ്ധം ത്വത്ഭക്തേഃ സേവ്യമാനാനപി ചരിതചരണാശ്രയൻ പുണ്യദേശാൻഃ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമദതിർമുച്യമാനാവമാനാ സ്വർധാസൂയാദിദോഷഃ സതതമഖിലഭൂതേഷു സംപൂജയേ ത്വാം. അല്ലയോ ഭഗവാനെ,
അവിടത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട് സുഖമായി സഞ്ചരിക്കുന്നവനായും എല്ലാ പ്രവൃത്തികളും അങ്ങയിൽ അർപ്പിക്കുന്നവനായും അവിടുത്തെ ഭക്തന്മാർ സേവിക്കുന്നതും അവർ പണ്ട് സഞ്ചരിക്കപ്പെട്ടതുമായ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവനായും കള്ളനിലും ബ്രാഹ്മണിലും മൃഗാദികളിലും സമഭാവനയുള്ളവനായും മാനാവമാനങ്ങൾ, സ്പർദ്ധ, അസൂയ എന്നിവകൾ പരിത്യജിച്ചവനായും അടിയൻ സകല ജീവജാലങ്ങളിലും എല്ലായ്പ്പോഴും അവിടത്തെ വേണ്ടും വണ്ണം പൂജിച്ചു കൊള്ളാം. അപ്പോ ഭഗവാന്റെ ഭക്തർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം അടിയനും സഞ്ചരിച്ചു കൊള്ളാം. അതുപോലെ എന്താണ്, ഭഗവാന്റെ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ചു കൊള്ളാം. അതുപോലെ കള്ളനിലും ബ്രാഹ്മണനിലും മൃഗങ്ങളിലും എല്ലാത്തിലും ആ പരമാത്മാവുണ്ട്, ആ ഭഗവാൻ ഉണ്ട് എന്നുള്ള ആ സമഭാവന എല്ലാവരിലും കണ്ടുകൊള്ളാം. എന്നിട്ട് അടിയൻ സകല ജീവജാലങ്ങളിലും എല്ലായ്പ്പോഴും അവിടത്തെ വേണ്ടും വണ്ണം പൂജിച്ചു കൊള്ളാം. അങ്ങനെ സകല ചരാചരങ്ങളിലും ഭഗവാനെ കണ്ട് ഭഗവാന്റെ ആ മഹത്വം അറിഞ്ഞ് ഭഗവാനെ മനസ്സിലാക്കി അടിയൻ പൂജിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പൊ നാം അങ്ങനെയാണ് ചെയ്യേണ്ടത്. സകല ചരാചരങ്ങളിലും എന്താ പറയുന്നത്, ഒരു കള്ളനിലായാലും ഒരു ബ്രാഹ്മണനിലായാലും ഒരു മൃഗാദികളിലായാലും പക്ഷികളിലായാലും സസ്യങ്ങളിലായാലും എവിടെയായാലും ശരി തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം ആ പരമാത്മ സ്വരൂപമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെയാണ് ഭഗവത് ദർശനം ഉണ്ടാകുന്നത്. തത്വാവോ ഭാവദേഷു സ്ഫുരതി ന വിശദം താവദേഹം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യബോധേ ചടിതി വികസത്തെ ത്വന്മയോഹം ചരേയം ഹ ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശാസ്തമസ്താത് സർവാത്മൈനൈവ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. അല്ലയോ വിഭുവായ ഭഗവാനേ, അവിടുന്ന് ഇവയിലെല്ലാം ഉണ്ട് എന്ന ബോധം വിശദമായി തെളിയുന്നത് വരെ ഇപ്രകാരം ഉപാസന ചെയ്യാം. എല്ലാത്തിൻ്റെയും ആത്മാവ് ഒന്നു തന്നെയാണെന്ന ബോധം ഇപ്രകാരം അടിയൻ ഉണ്ടാവുമ്പോൾ അവിടുന്ന് തന്നെയായി അടിയൻ സഞ്ചരിക്കാം. ഈ ഭാഗവത സദ്ധർമ്മത്തിന് നാശമില്ല. അതിനാൽ ഈ മനോഹരമായ ഭക്തിമാർഗത്തെ പൂർണ്ണമായും എനിക്ക് നൽകണമേ. അപ്പോ അല്ലയോ വിഭുവായ ഭഗവാനെ, അവിടുന്ന് ഇവയിലെല്ലാം ഉണ്ട്, അതായത് ഭഗവാൻ സർവ്വചരാചരങ്ങളിലും ഉണ്ട് എന്ന ബോധം, അങ്ങനെ ഒരു ബോധം വിശദമായി തെളിയുന്നത് വരെ ഇപ്രകാരം ഉപാസന ചെയ്യാം. അങ്ങനെ ഒരു ബോധം വിശദമായി തെളിയുന്നത് വരെ ഭഗവാനിൽ ആ ഉപാസന ചെയ്യുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും ആത്മാവ് ഒന്നു തന്നെയാണെന്ന ബോധം ഇപ്രകാരം അടിയൻ ഉണ്ടാകുമ്പോൾ അവിടുന്ന് തന്നെയായി അടിയൻ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ആത്മാവ് ഒന്ന് തന്നെയാണെന്നുള്ള ആ തത്വം മനസ്സിലാക്കുമ്പോൾ ഭഗവാന്റെ സ്വരൂപമായിട്ട് തന്നെ അടിയൻ സഞ്ചരിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ഈ ഭാഗവത ധർമ്മത്തിന് നാശമില്ല. അങ്ങനെയുള്ള ഈ ഭാഗവത ധർമ്മത്തിന് നാശമില്ല. അതിനാൽ ഈ മനോഹരമായ ഭക്തിമാർഗത്തെ പൂർണ്ണമായും എനിക്ക് നൽകണമേ. അതുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ആ ഭക്തിമാർഗത്തെ തനിക്ക് നൽകണമേ എന്നാണ് ഇവിടെ പറയുന്നത്. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയീ മേ സാധ്യമാരോഗ്യമായുർദൃഷ്ട്വാ തത്രാഭിസേവ്യം തവ ചരണമഹോ പേഷജായേവ ദുഗ്ധം മാർക്കണ്ഡേയോ ഹി പൂർവം ഗണഗനിഗദിദ്വാശ ശബ്ദായുരുച്ഛേഹ സേവിത്വാവത്സരം ത്വാം തവ ഫടനിവഹൈർദാവയാമാസ മൃത്യും. ആ ഭക്തിയോഗത്തെ ദൃഢമാക്കുന്നതിന് അടിയന് ആയുസ്സും ആരോഗ്യവും നേടേണ്ടിയിരിക്കുന്നു. രോഗശമനത്തിന് ഔഷധമായി പാലെന്നതുപോലെ അടിയന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഭാഗ്യം കൊണ്ട് അവിടുത്തെ തൃപ്പാദ സേവ തന്നെയാണ് ഔഷധമായി ഭവിക്കുന്നത്. പണ്ട് 12 വയസ്സുവരെ മാത്രമേ ആയുസുള്ളൂ എന്ന് ജ്യോത്സ്യൻ വിധിച്ച ആ മാർക്കണ്ഡേയൻ 1 കൊല്ലക്കാലം അവിടത്തെ പൂജിച്ചു. അങ്ങനെ അവിടത്തെ ഭടന്മാരാൽ മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞു. അപ്പോൾ എന്താണ് പറയുന്നത്? ഭക്തിയോഗത്തിൽ ദൃഢമാകുന്നതിന് അടിയന് ആയുസ്സും ആരോഗ്യവും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആയുസ്സും ആരോഗ്യവും ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ പാദസേവ, ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെ തനിക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ സേവകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഉണ്ടാക്കണേ എന്നാണ് പറയുന്നത്.
അതുപോലെ മാർക്കണ്ഡേയന്റെ കഥ അറിയാലോ. മാർക്കണ്ഡേയൻ സദാശിവനെ, മഹാദേവനെ പൂജിച്ചു. കൃഷ്ണന്റെ അംശം തന്നെയായ സദാശിവനെ, കൃഷ്ണന്റെ വേറൊരു രൂപമായ സദാശിവനെ, ഭഗവാനെ പൂജിച്ചിട്ട് എന്താ ചെയ്തത്? അങ്ങനെ അവിടുത്തെ ഭടന്മാരാൽ മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞു. അങ്ങനെ ഭടന്മാരിൽ നിന്ന് മൃത്യു ഇല്ലാതെ ആ മാർക്കണ്ഡേയൻ എന്ത് ചെയ്യുകയാണ്? മരണത്തെയും അതിജീവിച്ച് അത്രയും വലിയൊരു അത്രയും വലിയ ഒരു വരം നേടുകയാണ്. മാർക്കണ്ഡേയ ചിരായൂഹ സകലു പുനരപി ത്വത്പരഃ പുഷ്പഭദ്രാ തീരേനിനെ തപ്സ്യന്നത്തുലസുകരതീഹ ഷർത്തുമന്വന്തരാണീഹ ദേവേന്ദ്രഃ സപ്തമസ്തം സുരയുവതീമരുമന്മഥൈർമോഹയിഷ്യൻ ഗോഗാ യോഗാശ്മ പുല്യശ്യമാണൈർനാതു പുനരശതക്ഷഗത്വജ്ജനം നിർജയേത്കഃ. ചിരഞ്ജീവിയായ ആ മാർക്കണ്ഡേയൻ ബ്രഹ്മാനന്ദത്തിൽ തൽപരനായി പുഷ്പഭദ്രാ നദീതീരത്ത് 6 മന്വന്തരങ്ങൾ തപസ് അനുഷ്ഠിച്ചു. 7ാമത്തെ മന്വന്തരത്തിൽ ദേവേന്ദ്രൻ ആ മാർക്കണ്ഡേയനെ കാമദേവൻ, മന്ദമാരുതൻ, ദേവസ്ത്രീകൾ എന്നിവരാൽ മോഹിപ്പിക്കാൻ ശ്രമിച്ചു. അവന്റെ തപസ്സിന്റെ ചൂടിനാൽ ദഹിക്കപ്പെട്ട അവർക്ക് അതിന് കഴിഞ്ഞില്ല. അവിടുത്തെ ഭക്തനെ ഏതൊരുവനാണ് ജയിക്കാൻ കഴിയുക? അപ്പം മാർക്കണ്ഡേയന്റെ ആ ഭക്തി, ഭഗവാനോടുള്ള ആ ഭയങ്കരമായിട്ടുള്ളൊരു ഭക്തി, അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ദേവേന്ദ്രൻ കാമദേവനെ, മന്ദമാരുതനെ, ദേവസ്ത്രീകളെ ഒക്കെ അയച്ചു. പക്ഷെ ആ മാർക്കണ്ഡേയന്റെ ആ ചൂട് കാരണം, എന്താ പറയാ, ആ താപാഗ്നിയിലുള്ള ആ തപസ്സിൽ നിന്നുള്ള ആ അഗ്നി കാരണം അവർക്ക് അടുക്കാൻ കൂടി പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരെ ആർക്കാണ് ജയിക്കാൻ കഴിയുന്നത്, അല്ലെ? അപ്പൊ ഭഗവാനിൽ അത്രയും മനസ്സ് ഉറച്ചിട്ടുള്ള, അത്രയും ഭക്തിയുള്ള, അല്ലെ, മഹാദേവനിൽ അത്രയും ഭക്തിയുള്ള, ശ്രീകൃഷ്ണനിൽ അത്രയും ഭക്തിയുള്ള ആ ഭക്തന്മാരെ ആർക്കാണ് ജയിക്കാൻ കഴിയുന്നത്? ആർക്കും തന്നെ ജയിക്കാൻ കഴിയുകയില്ല. പ്രീത്യാ നാരായണാഗ്യസ്ത്വമാദ നരസഗഃ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സതു വിവിധ വൈരൈർ ലോഭിതോ നാനുമേനേഹ ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തി തൃപ്താന്തരാത്മാ മായാ ദുഃഖാന വിඤ്ഞസ്തദപി മൃഗയതേ നൂനമാശ്ചര്യഹേതോഃ. അനന്തരം നാരായണമൂർത്തിയായ അവിടുന്ന് നരനോടുകൂടി ആ മാർക്കണ്ഡേയന്റെ അടുത്തു ചെന്നു. അവൻ ആഹ്ലാദപൂർവ്വം അവിടത്തെ സ്തുതിച്ചു. നാനാവിധങ്ങളായ വരങ്ങളാൽ അവിടുന്ന് അവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവനൊന്നും സ്വീകരിച്ചില്ല. ഒടുവിൽ അവിടുത്തെ മായയെ കാണണം എന്നുള്ള വരം മാത്രം സ്വീകരിച്ചു. മായാ ദുഃഖം എന്തെന്ന് അറിയാത്ത ഒരുവന് അത് എന്താണെന്ന് അറിയാനായി അന്വേഷിക്കുമല്ലോ. അപ്പോ ഭഗവാൻ അവിടെ നാരായണന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോ മാർക്കണ്ഡേയൻ പറയുകയാണ്, അങ്ങയുടെ മായയെയാണ് എനിക്ക് കാണേണ്ടത്, അങ്ങയുടെ മായയെ എനിക്ക് കാണണമെന്ന് പറയുകയാണ്. കാരണം മായയെ കുറിച്ചുള്ള മായ എന്താണ് എന്നുള്ളൊരു ഇത് വേണമല്ലോ, ഒരറിവ് നമുക്ക് ലഭിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മാർക്കണ്ഡേയൻ അങ്ങനെ പറയുന്നത്, എനിക്ക് മായയെ, ഭഗവാന്റെ ആ മായയാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറയുന്നത്. യാദേ ത്വയാശുവാദാകുല ജലദള തോയപൂർണാദിഘൂർണ സസ്താപർണോ രാശിമഗ്നേ ജഗതി സാധുജലേ സംഭ്രമൻ വർഷകോടീഹ ദീനഃ പ്രൈശിഷ്ടാ ദൂരേ വടദലശയനം കഞ്ചിദാശ്ചര്യബാലം താമേവ ശ്യാമളാംഗം വദന സരസിജ നസ്തപാദാംഗുലീകം. അവിടുന്ന് അവന് മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാവുകയും ഇളകിപ്പറന്ന മേഘങ്ങൾ ഒന്നായി പെയ്ത ജലത്തിനാൽ സപ്തസമുദ്രങ്ങളും കലങ്ങി നിറഞ്ഞ് ഈ ലോകം വെള്ളത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. മാർക്കണ്ഡേയൻ അനേക കോടി വർഷങ്ങൾ ആ ജലത്തിൽ നീന്തി വലഞ്ഞു. അപ്പോൾ ദൂരെയായി ആലിലയിൽ ശയിക്കുന്നവനും വായിൽ കാൽവിരൽ ചേർത്തവനും കോമള ശരീരമുള്ളവനുമായ ഒരു അത്ഭുത ബാലനായി അവിടത്തെ ആ മാർക്കണ്ഡേയൻ കണ്ടു. അപ്പോ മാർക്കണ്ഡേയന് മായയെ കാണുമെന്ന് പറയണം. അപ്പോൾ ഈ മായയിൽ പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? മൊത്തത്തില് ഭൂമി മൊത്തത്തിൽ വെള്ളത്തിനടിയിലാവുകയാണ്.
വലിയ പ്രളയം വന്ന് പേമാരി വന്ന് വെള്ളത്തിനടിയിൽ അങ്ങനെ ഈ മാർക്കണ്ഡേയൻ കുറേ വർഷങ്ങൾ അനേക കോടി വർഷങ്ങൾ ഈ മാർക്കണ്ഡേയൻ ആ വെള്ളത്തിൽ ഇങ്ങനെ ജലത്തിൽ നീന്തി വലയുകയാണ്. അപ്പൊ നീന്തി വലയുമ്പോൾ എന്ത് ചെയ്യണം, ദൂരെയായിട്ട് ആലിലയിൽ ശയിക്കുന്നവനും വായിൽ കാൽവിരല് ചേർത്തവനും കോമള ശരീരമുള്ളവനുമായ ഒരു അത്ഭുത ബാലനായിട്ട് അവിടത്തെ ആ മാർക്കണ്ഡേയൻ കാണുകയാണ്. അപ്പൊ മാർക്കണ്ഡേയൻ എന്ത് ചെയ്യണം, ആ ഭഗവാന്റെ ആ ബാലരൂപത്തെ ആലിലക്കണ്ണനെ, അതാണ് ചിലർ ആലിലക്കണ്ണനെ പൂജിക്കുന്നത് അല്ലേ. ചിലർ ആലില ഒക്കെ പേഴ്സിലൊക്കെ കൊണ്ട് നടക്കുക ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആലിലക്കണ്ണൻ, ചിലർ ഈ താലി ഇട്ടേക്കുന്നത് ആലില താലിയാണല്ലേ ചിലർ ധരിച്ചേക്കുന്നത്. അപ്പൊ ആ ആലിലക്കണ്ണനെയാണ്, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ആലിലക്കണ്ണനെ ആ മാർക്കണ്ഡേയൻ കാണുകയാണ്. ദൃഷ്ടാം താം ഹൃഷ്ടരോമാ ത്വരിതമുപഗതഃ സ്രഷ്ടുകാമോ മുനീന്ദ്രഃ ശാസേനാന്തർവിഷ്ടഃ പുനരിഹ സകലം ദൃഷ്ടവാൻ ദൃഷ്ടപൗഖം ഭൂയോവ വിശ്വാസവാതൈർ ബഹിരനതു പതിതോ വീക്ഷിതസ്ത്വസ്കടാക്ഷൈർ മോദാദാശ്രേഷ്ടു കാമസ്ത്വയി പിഹിതതനൗ സ്വാശ്രമേ പാഗ്വദാസീത്. അവിടത്തെ കണ്ടപ്പോൾ ആനന്ദപുളകിതനായ ആ മാർക്കണ്ഡേയൻ അവിടത്തെ സ്പർശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വേഗം അടുത്തു വന്നു. അപ്പോൾ അവിടത്തെ ശ്വാസഗതിയിൽ അകപ്പെട്ട് അവൻ അവിടത്തെ ഉള്ളിൽ പ്രവേശിക്കുകയും അവിടെ സകല ലോകങ്ങളെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും അവിടത്തെ ശ്വാസഗതിയിൽ അകപ്പെട്ട് അവൻ പുറത്തേക്ക് വന്നു. പിന്നെ അവൻ അവിടത്തെ കടാക്ഷങ്ങളാൽ മോഹിതനായി ആലിംഗനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവിടുന്ന് അപ്രത്യക്ഷനായി. അപ്രകാരം ആ മായ അകന്നപ്പോൾ ആ മാർക്കണ്ഡേയൻ താൻ പഴയതുപോലെ ആശ്രമത്തിൽ തന്നെ വർത്തിക്കുന്നവനായി കണ്ടു. അപ്പൊ ഇത് ഭഗവാന്റെ മായയായിരുന്നു അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, മാർക്കണ്ഡേയൻ ഭഗവാനെ കാണുകയും എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ അപ്പോ മാർക്കണ്ഡേയന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് സകല ചരാചരങ്ങളെയും മാർക്കണ്ഡേയൻ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്തിട്ട് പിന്നീട് മാർക്കണ്ഡേയൻ പഴയ പൂർവ്വസ്ഥിതിയിലാകുകയാണ്. പൂർവ്വസ്ഥിതിയിലായിട്ട് ഭഗവാൻ ഇങ്ങനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ഭഗവാൻ അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. ഭഗവാൻ മാഞ്ഞു പോകുന്നതും മാർക്കണ്ഡേയൻ പിന്നെയും എവിടെ നിൽക്കുകയാണ്, ആശ്രമത്തിൽ തന്നെ വർത്തിക്കുന്നവനായി ആശ്രമത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത് അല്ലേ. നിമിഷ നേരം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. വലിയ കൊടുങ്കാറ്റ് വന്നു, പേമാരി വന്നു, വെള്ളപ്പൊക്കം വന്നു, അതിൽ ഒലിച്ചു നടന്നു വർഷങ്ങളോളം. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കണ്ടു. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഈ സർവ്വലോകങ്ങളും കാണിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കണ്ഡേയൻ എവിടെ നിൽക്കുകയാണ്, ആശ്രമത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് മായ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നതും ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നതും ഒരു മായയാണ്. അതാണ് പറയുന്നത്. നമ്മുടെ ഒന്നും യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ അല്ല. ഇത് നമുക്ക് ഇത് ഒരു മായാ ജീവിതമാണ്. ഈ ജീവിതം ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞ് ഭഗവാന്റെ നാമത്തിലേക്ക് ഒറിജിനൽ ആയിട്ടുള്ള സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ മാർക്കണ്ഡേയനും കാണിച്ചു കൊടുക്കുന്നത്. ഇത് മായയാണ് എന്നുള്ളതാണ് മാർക്കണ്ഡേയന് ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഗൗര്യാം സാർദ്ധം ദദഗ്രേ പുരവീദഗതസ്ത്വാസ് പ്രിയ പ്രേഷണാർദ്ധീം സിദ്ധാനേവാസ്യ ദത്വാ സ്വയമയമജരാ മൃത്യുദാദീൻ ഗതോഫോദ് ഏവം തൽ സേവയൈവ സ്മരരിപുരീം സപ്രീയതേ യേന തസ്മാൻ മൂർത്തി ത്രയ്യാത്മകസ്ത്വം നനു സകലനിയാന്തേതി സുവ്യക്തമാസീത്. അനന്തരം അവിടത്തെ പ്രിയപ്പെട്ടവനായ ആ മാർക്കണ്ഡേയനെ ദർശിക്കാനായി ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായി അവന്റെ മുന്നിലെത്തി. അങ്ങേലുള്ള ഭക്തിയാൽ മുമ്പ് തന്നെ അവന് കരഗതമായിരുന്നു. ചിരഞ്ജീവിത്വവും നിത്യയൗവനവും മാർക്കണ്ഡേയൻ ആവശ്യപ്പെടാതെ തന്നെ വീണ്ടും വരമായി നൽകി. ആ ശ്രീ പരമേശ്വരൻ മടങ്ങി. അങ്ങയിൽ ഭക്തിയുള്ളവരിൽ ശ്രീ പരമേശ്വരനും സന്തുഷ്ടനാവുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ത്രിമൂർത്തികളുടെ സ്വരൂപമായവനും സകലതിനെയും നിയന്ത്രിക്കുന്നവനുമാണെന്ന് വ്യക്തമായി. അപ്പൊ അങ്ങനെയുള്ള ആ മാർക്കണ്ഡേയന്റെ മുന്നിലേക്ക് ശിവപാർവതി സമേതമായി ശിവപാർവതിമാരെത്തുകയാണ്. എത്തിയിട്ട് മാർക്കണ്ഡേയൻ എന്ത് ചെയ്യുകയാണ്, വരം കൊടുക്കുകയാണ്. ചിരഞ്ജീവിത്വവും നിത്യ യൗവനവുമാണ്
മാർക്കണ്ഡേയന് കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തർക്ക് പരമശിവൻ പോലും അനുഗ്രഹങ്ങൾ വരമായി കൊടുക്കും, ആവശ്യപ്പെടാതെ തന്നെ വരമായി നൽകും ഉള്ളതാണ്. അപ്പോ മാർക്കണ്ഡേയൻ അങ്ങനെ വരം കൊടുത്തു. അവിടുന്ന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അങ്ങയിൽ ഭക്തിയുള്ളവരിൽ ശ്രീ പരമേശ്വരനും സന്തുഷ്ടനാവുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ത്രിമൂർത്തികളുടെ സ്വരൂപമായവനും സകലത്തിനെയും നിയന്ത്രിക്കുന്നവനുമാണെന്ന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികളുടെ സ്വരൂപമായും അതുപോലെ സകലത്തിനെയും നിയന്ത്രിക്കുന്നവനുമാണെന്ന് വ്യക്തമായി. അങ്ങനെയുള്ള നാരായണ, ഓം നമോ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് എപ്പോഴും ഉച്ചരിക്കാം. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരവി ഹന്തിരാണ്യോർധമൂർധം തേഭ്യോ വ്യപ്പൂർധം തു മായാ വികൃതി വിരഹിതോ പാതി വൈകുണ്ഠലോകഃ തത്രത്വം കാരണാം പശ്യപി പശുപകുലേ ശുദ്ധ സൈത്വൈകരൂപേ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പാവനപുരപദേ പാഹി മാം സർവരോഗാത്. 3 അംശങ്ങളുള്ള ഈ സത്യലോകത്തിൽ മേലെയായി ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അവയ്ക്കെല്ലാം മുകളിലായി മായാവികാരങ്ങൾ അകന്ന വൈകുണ്ഠ ലോകം സ്ഥിതി ചെയ്യുന്നു. ആ വൈകുണ്ഠത്തിലെ കാരണജലത്തിലും ഈ ഗോകുലത്തിലും ശുദ്ധസത്വ സ്വരൂപിയായി സച്ചിദാനന്ദ ബ്രഹ്മമായി അവിടുന്ന് ശോഭിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അവിടുന്ന് അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. അപ്പൊ ഭഗവാൻ എവിടെയാണ്? 3 അംശങ്ങളുള്ള ഈ സത്യലോകത്തിൽ മേലെയായി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവയ്ക്കെല്ലാം മുകളിലായി മായാവികാരങ്ങൾ അകന്ന വൈകുണ്ഠ ലോകം സ്ഥിതി ചെയ്യുന്നു. ഇവയ്ക്കെല്ലാം മുകളിലായിട്ട് മായാവികാരങ്ങൾ എല്ലാം അകന്ന ആ വൈകുണ്ഠ ലോകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വൈകുണ്ഠത്തിലെ കാരണജലത്തിലും ഈ ഗോകുലത്തിലും ശുദ്ധസത്വ സ്വരൂപനായി സച്ചിദാനന്ദ ബ്രഹ്മമായി അവിടുന്ന് ശോഭിക്കുന്നു. അപ്പം അങ്ങനെയുള്ള വൈകുണ്ഠത്തിലും അതുപോലെ വൈകുണ്ഠത്തിലെ കാരണജലത്തിലും പിന്നെന്താ ഗോകുലത്തിലും ശുദ്ധ സത്വസ്വരൂപനായിട്ട് സച്ചിദാനന്ദ ബ്രഹ്മമായിട്ട് ഭഗവാൻ ശോഭിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അവിടുന്ന് അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. അപ്രകാരമുള്ള അവിടുന്ന് ഭഗവാൻ അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ദശകം 98 നിഷ്കള ബ്രഹ്മോപാസനം. യസ്മിന്നേതദ്വിവാദം യദയിദമഭവത്യേന ചേദം യയേതത് യോ വസ്മാദുത്തീർണരൂപഃ ഖലു സകലമിദം ഭാസിതം യസ്യ വാസഃ യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യോ സത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ഏതൊരുവനിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ഏതൊരുവനിലാണോ ഈ പ്രപഞ്ചം ലയിക്കുന്നത്, ഏതൊരുവനിലാണോ ഈ പ്രപഞ്ചത്തിനപ്പുറം കടന്നുള്ള രൂപമായിരിക്കുന്നത്, ഏതൊരുവന്റെ പ്രകാശം കൊണ്ടാണോ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത്, ഏതൊരുവനാണോ വാക്കുകൾക്കും മനസ്സുകൾക്കും ഏറെ അകലെയായി വർത്തിക്കുന്നത്, ഏതൊരുവന്റെ ആണോ യഥാർത്ഥ രൂപത്തെ മുനിമാരും ദേവന്മാരും അറിയാത്തത്, അപ്രകാരമുള്ള അവിടത്തെ മറ്റുള്ളവർ എങ്ങനെയാണ് അറിയുന്നത്? അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. അപ്പോ ഭഗവാനെ കുറിച്ച് ആർക്കാ അറിയാൻ കഴിയല്ലേ? ഭഗവാനെ കുറിച്ച് അറിയാൻ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തെ അറിയാൻ മുനിമാർക്കോ ദേവന്മാർക്കോ പോലും കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഏതൊരുവനിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത്, ഈ പ്രപഞ്ചം ആരിൽ നിന്നാണോ ഉണ്ടായത്, ഏതൊരുവനാണോ ഈ പ്രപഞ്ചം ആരിലാണോ ലയിക്കുന്നത്, ഏതൊരുവനാണോ ഈ പ്രപഞ്ചത്തിന് അപ്പുറം കടന്നുള്ള രൂപമായിരിക്കുന്നത്, ഏതൊരുവന്റെ പ്രകാശം കൊണ്ടാണോ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത്, ഏതൊരുവന്റെ വാക്കുകൾക്കും മനസ്സുകൾക്കും ഏറെ അകലെയായി വർത്തിക്കുന്നത്,
ഏതൊരുവന്റെയാണോ യഥാർത്ഥ രൂപത്തെ മുനിമാരും ദേവന്മാരും അറിയാത്തത്, അപ്രകാരമുള്ള അവിടത്തെ മറ്റുള്ളവർ എങ്ങനെയാണ് അറിയുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനാണ് എല്ലാത്തിനും മുകളില്. അങ്ങനെയുള്ള ആ ഭഗവാനെ ദേവന്മാരോ മുനിമാരോ പോലും അറിയുന്നില്ല. അങ്ങനെ ആർക്കും അറിയാൻ കഴിയാത്ത ആ ഭഗവാനെ സാധാരണക്കാരായ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുകയാണ്. ഹരേ കൃഷ്ണ. ജന്മാദോ കർമ്മനാമസ്ഫുടമിഹ ഗുണദോഷാദികം വാചവാനയസ്മിൻ ലോകാനാമൂദയേയഃ സ്വയമനുഭജതേ താനി മായാനുസാരീഹ പിഫ്രച്ഛതി രൂപോപി ച ബഹുതരരൂപോ വിഫ്യാത്യമഭൂതാത്മാ തസ്മൈ കൈവല്യധാമ്നേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. ഇവിടെ ജന്മവും കർമ്മവും നാമവും ഗുണദോഷങ്ങളും ഒട്ടുമേയില്ല. ഏതൊരുവനാണോ ലോകരക്ഷാർത്ഥം അവയെ മായാനുസാരിയായി സ്വയമേവ സ്വീകരിക്കുന്നത്, ഏതൊരുവനാണോ അരൂപനാണെങ്കിലും സ്വശക്തിയാൽ നിരവധി രൂപങ്ങളെ സ്വീകരിച്ച് അത്ഭുതാത്മാവായി പ്രകാശിക്കുന്നത്, അപ്രകാരമുള്ളതും മോക്ഷത്തിന് ഇരിപ്പിടമായതും ബ്രഹ്മാനന്ദ രസ സ്വരൂപനുമായ അവിടത്തേക്ക് നമസ്കാരം. അപ്പോ ആരാണോ ജന്മവും കർമ്മവും നാമവും ഗുണദോഷങ്ങളും ഒട്ടുമേ ഇല്ലാതെ, ഏതൊരുവനാണോ ലോകരക്ഷാർത്ഥം അവയെ മായാനുസാരിയായി സ്വയമേവ സ്വീകരിക്കുന്നത്, അങ്ങനെയുള്ള ഏതൊരുവനാണോ അരൂപനാണെങ്കിലും സ്വശക്തിയാൽ നിരവധി രൂപങ്ങളെ സ്വീകരിച്ച് അത്ഭുതാത്മാവായി പ്രകാശിക്കുന്നത്. അപ്പം ഭഗവാന് ഒരുപാട് രൂപങ്ങൾ സ്വീകരിച്ചാണ്, അല്ലെ, പല പല രൂപങ്ങൾ സ്വീകരിച്ചാണ് ഭഗവാൻ ഇവിടെ വരുന്നത്. ഇപ്പൊ ദേവീ ദേവന്മാരാണെങ്കിലും ഭഗവാന്റെ ഓരോരോ രൂപങ്ങളാണ്, അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി പല പല രൂപങ്ങൾ സ്വീകരിച്ച ഭഗവാൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ മോക്ഷത്തിന് ഇരിപ്പിടമായതും ബ്രഹ്മാന്തരസ സ്വരൂപനുമായ അവിടത്തേക്ക് നമസ്കാരം. അങ്ങനെ മോക്ഷത്തിനുള്ള ഇരിപ്പിടമായ പിന്നെന്താണ് ബ്രഹ്മാനന്ദരസ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന് ഒരു കോടി നമസ്കാരം പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാന് നമുക്കും നമസ്കരിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും അങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങൾ പറയാം. ഈ കലികാലത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. നോ തിര്യഞ്ചം ന മർത്യം ന ചാസുരമസുരം ന സ്ത്രീയം നോ പുമാസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദദസ്വാഭീതേ രൂപമാഹുഹാം ശിഷ്ടം യസ്യാനിദേശേദേ സതി നിശമദൈശൈർ ലക്ഷണാവൃത്തിതസ്തൃച്ഛേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ രൂപം തിര്യക്കുകളുടെയോ മനുഷ്യന്റെയോ ദേവന്റെയോ അസുരന്റെയോ സ്ത്രീകളുടെയോ പുരുഷന്റെയോ ദ്രവ്യത്തിന്റെയോ കർമ്മത്തിന്റെയോ ജാതിയുടെയോ ഗുണത്തിന്റെയോ സത്തിന്റെയോ അസത്തിന്റെയോ ഒന്നുമല്ല. ഇപ്രകാരം എല്ലാമല്ല. ഇത് നിഷേധിക്കുമ്പോൾ ഏതൊന്നാണോ ശേഷിക്കുന്നത്, അതാകട്ടെ നൂറുകണക്കിന് ഉപനിഷത് വാക്യങ്ങളാൽ ലക്ഷണാവൃത്തിയിൽ വളരെ ക്ലേശകരമാം വിധം അറിയപ്പെടുന്നതും പരമാനന്ദ സ്വരൂപമായി പ്രകാശിക്കുന്നതുമായ അവിടത്തെ രൂപമാകുന്നു. അപ്രകാരമുള്ള അവിടത്തേക്ക് നമസ്കാരം. അപ്പോൾ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണ്. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് സ്ത്രീകളുടെയോ പുരുഷന്റെയോ ദ്രവ്യത്തിന്റെയോ കർമ്മത്തിന്റെയോ ജാതിയുടെയോ ഗുണത്തിന്റെയോ സത്തിന്റെയോ അസത്തിന്റെയോ ഒന്നുമല്ല. അതിനുമൊക്കെ മുകളിലാണ്. അതിന് ഇപ്രകാരം എന്താ പറയാ, ഒന്നുമല്ല, അസത്തിന്റെയോ ഒന്നുമല്ല ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത്. ഇപ്രകാരം എല്ലാമല്ല എന്ന് നിഷേധിക്കുമ്പോൾ ഏതൊന്നാണോ ശേഷിക്കുന്നത്. അപ്പൊ ഇത് ഒന്നുമല്ല എന്ന് നിഷേധിക്കുന്ന സമയത്ത് ഏതൊന്നാണോ ശേഷിക്കുന്നത്, എന്തൊക്കെ ഇല്ലാതായാലും അവസാനം എന്താണോ ശേഷിക്കുന്നത്, അതാകട്ടെ നൂറുകണക്കിന് ഉപനിഷത് വാക്യങ്ങളാൽ ലക്ഷണാവൃത്തിയിൽ വളരെ ക്ലേശകരമാം വിധം അറിയപ്പെടുന്നതും പരമാനന്ദ സ്വരൂപമായി, ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമാനന്ദ സ്വരൂപമാണ്, അങ്ങനെ പരമാനന്ദ സ്വരൂപമായി പ്രകാശിക്കുന്നതുമായ അവിടത്തെ രൂപമാകുന്നു, ഭഗവാന്റെ രൂപമാകുന്നു. ഭഗവാന്റെ ആ രൂപമുണ്ടല്ലോ, അതാണ് അർജുനന് കാണിച്ചു കൊടുക്കുന്നത് ഭഗവാൻ വിശ്വരൂപം. മനസ്സിലായി? ആ വിശ്വരൂപത്തിലെ സകല ചരാചരങ്ങളും ലോകങ്ങളും സകല ദേവീ ദേവന്മാരും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനും മുകളിലാണ്.
ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഭഗവാന്റെ ആ രൂപം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് പരമാനന്ദ സ്വരൂപമാണ്, വളരെ നമുക്ക് ആനന്ദം തരുന്ന സ്വരൂപമാണ്, വളരെ പ്രകാശമുള്ളതാണ് ഭഗവാന്റെ ആ സ്വരൂപം എന്ന് പറയുന്നത്. മായായാം ബിംബദിത്തസ്വം സൃജതി മഹദഹങ്കാര തന്മാത്രഭോഫ്രേതൈർ ഭൂതഗ്രാമേന്ദ്രിയാദൈരപി സകല ജഗൽ സ്വൽപ സങ്കൽപകൽപം ഹാ ഭൂയഃ സംഹൃത്യ സർവം കമട ഇവ പദാന്യാത്മനാ കലാശക്ത്യാ ഗംഭീരേ ജായമാനേ തമസി വിധിമിരോ വാസി തസ്മൈ നമസ്തേ. മായയിൽ പ്രതിഫലിക്കുന്ന അവിടുന്ന് മഹത്തത്വം, അഹങ്കാരം, തന്മാത്രാഭേദങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ദശേന്ദ്രിയങ്ങൾ എന്നിവയാൽ സ്വപ്ന സങ്കല്പത്തിനു തുല്യമായ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നു. എന്നിട്ട് ആമ അതിലിന്റെ കാലുകൾ കൊണ്ടെന്ന പോലെ കാലശക്തിയാൽ അവിടുന്ന് എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ ഒതുക്കുന്നു. അപ്പോഴുണ്ടാകുന്ന കൊടും തമസിൽ അവിടുന്ന് ആ തമസിൽ നിന്നും വേറിട്ടവനായി പ്രകാശിക്കുന്നു. അപ്രകാരമുള്ള അവിടത്തേക്കും നമസ്കാരം. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് അല്ലെ. ഈ ലോകം തന്നെ സൃഷ്ടിക്കുന്നത് ഭഗവാനാണ്. എന്നിട്ട് അവസാനം ഒരു ആമ തന്റെ തല ഉള്ളിലേക്ക് ആക്കുന്നത് പോലെ ഇതെല്ലാം തന്നിലേക്ക് വലിക്കുന്നതും അവസാനം വലിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ ഒരു തമസ് ഉണ്ടാവും. അങ്ങനെ എല്ലാം നശിച്ച് ഈ ലോകത്തിൽ ഒരു തമസ് ഉണ്ടാകുമ്പോൾ ആ തമസിൽ നിന്നും വേറിട്ടൊരു പ്രകാശം ഉണ്ടായിട്ട് ആ പ്രകാശമായിട്ട് ശോഭിക്കുന്നതും ഭഗവാനാണ്. അപ്രകാരമുള്ള ഭഗവാനെ നമസ്കാരം പറയുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമുക്കും പ്രാർത്ഥിക്കാം. ശബ്ദബ്രഹ്മേതി കർമ്മേത്യണ്ണുരുതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതാ സർവദാ കൽപ്യമാനം വേദാന്തേയർത്തതു ഗീതം പുരുഷപരചിദാത്മാഫിതം തത്തു സത്വം തത്തു തത്വം പ്രേഷണമാത്രേണ മൂലപ്രകൃതി വികൃതിതാകൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. അല്ലയോ ഭഗവാനെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും രൂപമായി എല്ലാ തരത്തിലും സങ്കല്പിക്കപ്പെടുന്ന വിശ്വകാരണഭൂതനായ ഏകനായ അങ്ങയെ ശബ്ദബ്രഹ്മം, കർമ്മം, അണു, കാലം എന്നിങ്ങനെ ആചാര്യന്മാരാൽ വിവക്ഷിക്കപ്പെടുന്നു. പുരുഷൻ, പരൻ, ചിത്ത്, ആത്മാവ് എന്നിങ്ങനെ വേദങ്ങൾ പറയുന്ന ആ തത്വമാണ് കടാക്ഷം കൊണ്ട് മാത്രം മൂലപ്രകൃതിക്ക് മായാവികാരങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലയോ കൃഷ്ണ, അപ്രകാരമുള്ള അവിടത്തേക്ക് നമസ്കാരം. അപ്പൊ ഭഗവാനെ കുറിച്ച് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും രൂപമായി എല്ലാ തരത്തിലും സങ്കല്പിക്കപ്പെടുന്ന വിശ്വകാരണഭൂതനായ ഏകനായ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അതുപോലെ ശബ്ദബ്രഹ്മം, കർമ്മം, അണു, കാലം എന്നിങ്ങനെ ആചാര്യന്മാർ വിവക്ഷിക്കപ്പെടുന്നുണ്ട്. പുരുഷൻ, പരൻ, ചിത്ത്, ആത്മാവ് എന്നിങ്ങനെ വേദങ്ങൾ പറയുന്ന ആ തത്വമാണ് കടാക്ഷം കൊണ്ട് മാത്രം മൂലപ്രകൃതിക്ക് മായാവികാരങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഭഗവാന്റെ തന്നെ ഇതായിട്ടുള്ള പുരുഷനും പരനും ചിത്തും ആത്മാവും കൊണ്ടാണ് ഈ മായാപ്രകൃതിക്ക് മായാവികാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം അതീതനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അല്ലയോ കൃഷ്ണ, അപ്രകാരമുള്ള അവിടത്തേക്ക് നമസ്കാരം. അങ്ങനെയുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുകയാണ്. സത്വേന സത്തയാവാനചാകലു സദസത്വേന നിർവാജ്യ രൂപ ദത്തേയാസവ വിദ്യാ ഗുണഫണിമതി വിദ്വംസദൃശ്യാവഫാസംഹ വിദ്യാത്വം സൈവ യാഥാ ശ്രുതിവചനലൈവൈത് കൃപാസ്യാന്തലാഭേ സംസാരണ്യാ സദ്യസ്തുടനാ പരശുതാമേതി തസ്മൈ നമസ്തേ. ഉള്ളത് എന്ന തോന്നൽ കൊണ്ടോ ഇല്ലാത്തത് എന്ന തോന്നൽ കൊണ്ടോ ഉള്ളതും ഇല്ലാത്തതും എന്ന തോന്നൽ കൊണ്ടോ നിർവചിക്കാനാവാത്ത രൂപം ഉള്ളതായി ആ മായ കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നത് പോലെ ഈ വിശ്വം ഉള്ളതാണെന്ന തോന്നലിനെ ഉണ്ടാക്കുന്നു. ആ മായയാകട്ടെ അവിദ്യയാകട്ടെ ഭഗവത് കാരുണ്യം കാരണമായി വേദാന്ത വാക്യങ്ങളാൽ വിദ്യയായി പരിണമിച്ച് സംസാരവനത്തെ പെട്ടെന്ന് മുറിച്ചു കളയുന്ന മഴുവായി മാറുന്നു. അല്ലയോ ഭഗവാനി, അവിടത്തേക്ക് നമസ്കാരം. അപ്പോ മായയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോ ഇവിടെ എന്താണ് ഉള്ളതിനെ ഇല്ല എന്ന് കാണിക്കുന്നതും
അതുപോലെ എന്ത് ചെയ്യുകയാണ്, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. ഇതെല്ലാം ആ മായയുടെ ഒരു ലീലയാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ, ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഒരു മായയാണ്. അവസാനം ഈ മായ തന്നെ വിദ്യാസ്വരൂപിയായിട്ട് വന്നിട്ട് ഈ സംസാര വനത്തെ, ഈ സംസാര സാഗരത്തെ പെട്ടെന്ന് മുറിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു മഴുവായി മാറിയിട്ട് ഭഗവാനിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുകയാണ്. ഭൂഷാസു സ്വർണവദ്വാ ജഗതി കടശരാവാദികേ മൃത്തികാവേ തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദനുപാപ്യദീയം ബഭുസ്തേഹ സ്വപ്നദൃഷ്ടൂഹ പ്രബോധേ തിമിരലയവിദൗ ജീർണരഖോ ജോഷ യദ്വദ്വിദ്യാലാഭേ തദൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. തത്വം ആലോചിച്ചാൽ അവിടുത്തെ ശരീരം എന്നത് ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെയും കുടം, ചൊരത് എന്നിവയിൽ മണ്ണ് എന്ന പോലെയും ഈ ലോകത്ത് സ്പഷ്ടമായി തെളിഞ്ഞു നിൽക്കുന്നു. സ്വപ്നത്തിൽ നിന്നും ഉണരുന്നവൻ സ്വപ്നത്തെ കണ്ടതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ പോലെയും ഇരുട്ട് മാറുമ്പോൾ പാമ്പെന്ന് കരുതിയിരിക്കുന്ന ആ ജീർണിച്ച കയറിന്റെ അവസ്ഥ പോലെയും വിദ്യ ഉണ്ടാകുമ്പോൾ അവിടുത്തെ രൂപം സ്പഷ്ടമായി തന്നെ കാണാനാകുന്നു. അല്ലയോ കൃഷ്ണ, അവിടത്തേക്ക് നമസ്കാരം. അപ്പോ ഭഗവാനെ കാണുന്ന പറഞ്ഞാൽ ആ വിദ്യ ഉണ്ടാവുമ്പോൾ, ആ അറിവുണ്ടാവുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നു, ഭഗവാനെ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്ത് പറയുന്നത്, തത്വം ആലോചിച്ചാൽ അവിടുത്തെ ശരീരം എന്നത് ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെ. അപ്പൊ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്ന ആഭരണങ്ങളിൽ സ്വർണം എന്നതുപോലെ തോന്നും. പിന്നെ ചൊരാത് എന്നിവയിൽ മണ്ണ് എന്ന പോലെയും ഈ ലോകത്ത് സ്പഷ്ടമായി തെളിഞ്ഞു നിൽക്കുന്നു. ചൊരാത് എന്ന് പറയുന്ന ഒരു മണ്ണുണ്ട്, അത് ഈ ലോകത്ത് സ്പഷ്ടമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സ്വപ്നത്തിൽ നിന്നും ഉണരുന്നവൻ സ്വപ്നത്തിൽ കണ്ടതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുണ്ടാവുന്ന അവസ്ഥ പോലെയും ഇരുട്ട് മാറുമ്പോൾ പാമ്പെന്ന് കരുതിയിരിക്കുന്ന ആ ജീർണിച്ച കയറിന്റെ അവസ്ഥ പോലെയും വിദ്യ ഉണ്ടാകുമ്പോൾ അവിടുത്തെ രൂപം സ്പഷ്ടമായി തന്നെ കാണാനാകും. അപ്പം വിദ്യ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള മറ്റുള്ള ആ തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ട് അവിടെ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ, ഭഗവത് ദർശനം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അല്ലയോ കൃഷ്ണ, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുന്നു. യദ്വിദ്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തദാന്യേ യദ്ഫീദഃ പദ്മജാദ്യഃ പുനരുചിത ബലീനാഹാരന്തേ ഫനുകാലം ഹ യേനൈവാരോപിതാഃ നിജമദമതി തേ ചാവിതാരച്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കൂർമഃ പ്രണാമം. ഏതൊരുവനെ കുറിച്ചുള്ള പേടി മൂലമാണ് സൂര്യൻ ഉദിക്കുന്നത്, അഗ്നി ദഹിപ്പിക്കുന്നത്, വായു വീശുന്നത്, ബ്രഹ്മാദി ദേവന്മാർ യഥാസമയങ്ങളിൽ പൂജകൾ നടത്തുന്നത്? ഏതൊരുവനാണ് ബ്രഹ്മാദി ദേവന്മാരെ ആ പദങ്ങളിൽ അവരോധിച്ചത്? ഏതൊരുവനാണ് അവരെ പിന്നീട് അവിടെ നിന്നും പുറത്താക്കുന്നത്? അപ്രകാരമുള്ള വിശ്വനിയന്താവായ അവിടത്തേക്ക് നമസ്കാരം. അപ്പോ ഭഗവാൻ തന്നെയാണല്ലേ എല്ലാം. ആരെ കുറിച്ചുള്ള പേടി മൂലമാണ് സൂര്യൻ ഉദിക്കുന്നത്, പിന്നെ അഗ്നി ദഹിപ്പിക്കുന്നത്, വായു വീശുന്നത്, ബ്രഹ്മാദി ദേവന്മാർ യഥാസമയങ്ങളിൽ പൂജ നടത്തുന്നത്. അതുപോലെ ഏതൊരുവനാണ് ആ ബ്രഹ്മാദി ദേവന്മാരെ ആ പദവികളിൽ എത്തിച്ചത്? ബ്രഹ്മാദി ദേവന്മാരെ പദവികളിൽ എത്തിച്ചത് ആരാണ്? ഭഗവാനാണ്. അവിടെ നിന്ന് പുറത്താക്കുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. അപ്പം ആരെ പേടിച്ചിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്? ഇങ്ങനെ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ പേടിച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്, അല്ലേ? അപ്പം ഇതിനെല്ലാം മുകളിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ത്രൈലോക്യം ഭാവയന്ത്രം യന്തം ത്രിഗുണമയമിതം ദ്രക്ഷരസൈക്യവാച്യം ത്രിശാനാമൈക്യരൂപം ത്രിപരഭി നിഗമയഗീയമാനസ്വരൂപം ത്രിസോവസ്ഥാവിദന്തം ത്രിയുഗാജനുഷം ക്രാമാക്രാന്ത വിശ്വം ത്രൈലോക്യ ത്രൈകാലേ ഭേദഹീനം ത്രിഫിരഹാമനിശം യോഗഭേദൈർഭജേ ത്വാം. 3 ഗുണത്താൽ സത്വം, രജസ്, തമസ് 3 ലോകങ്ങളും സ്വർഗം, ഭൂമി, പാതാളം സൃഷ്ടിച്ചവനും 3 അക്ഷരങ്ങളായ അകാരം, ഉകാരം, മകാരം, ഓംകാരത്തിന്റെ ഒറ്റ അർത്ഥമായവനും 3 മൂർത്തികൾ ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ ചേർന്ന ഏകമായ രൂപമുള്ളവനും 3 വേദങ്ങളാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം
കീർത്തിക്കപ്പെടുന്ന സ്വരൂപമുള്ളവനും 3 അവസ്ഥകളെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി അറിയുന്നവനും 3 യുഗങ്ങളിൽ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ജനിച്ചവനും 3 അടിയാൽ ലോകത്തെ അളന്നവനും 3 കാലത്തിനും ഭൂതം, ഭാവി, വർത്തമാനം ഭേദമില്ലാത്തവനുമായ അവിടത്തെ 3 യോഗഭേദങ്ങളാൽ കർമ്മം, ജ്ഞാനം, ഭക്തി എന്നിവയാൽ അടിയൻ ഭജിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ഈ 3 സ്വരൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. 3 ഗുണങ്ങൾ, സത്വം, രജസ്, തമോ ഗുണങ്ങൾ സൃഷ്ടിച്ചത്, 3 ലോകങ്ങളായ സ്വർഗം, ഭൂമി, പാതാളം സൃഷ്ടിച്ചത്, പിന്നെ 3 അക്ഷരങ്ങളായ അകാരം, ഉകാരം, മകാരം സൃഷ്ടിച്ചത്, ഓംകാരത്തിന്റെ ഒറ്റ അർത്ഥമായവനും 3 മൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ എന്നിവരെ സൃഷ്ടിച്ചതും എന്നിവർ ചേർന്നിട്ട് ഏകമായിട്ടുള്ള രൂപമുള്ളവനും 3 വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവ കീർത്തിക്കപ്പെടുന്ന സ്വരൂപമുള്ളവനും 3 അവസ്ഥകളെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളെ അറിയുന്നവനും 3 യുഗങ്ങളിൽ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയിൽ ഈ 3 യുഗത്തിൽ ജനിച്ചവനും 3 അടിയാൽ ലോകത്തെ അളക്കുന്നവനും 3 അടിയാൽ ലോകത്തെ അളന്ന വാമനമൂർത്തിയും ഭൂതം, ഭാവി, വർത്തമാനം ഭേദമില്ലാത്തവനുമായ അവിടത്തെ 3 യോഗഭേദങ്ങളാൽ കർമ്മം, ജ്ഞാനം, ഭക്തി എന്നിവയാൽ അടിയൻ ഭജിക്കുന്നു. അങ്ങനെ ഭഗവാന്, ഇങ്ങനെയുള്ള ഭഗവാന്, അപ്പം ഇതെല്ലാം വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. ഇതിന്റെ എല്ലാം ടോപ്പ് മോസ്റ്റ്, ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന നിയന്താവ് എന്ന് പറയുന്ന പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ കർമ്മവും ജ്ഞാനവും ഭക്തിയും മാർഗം കൊണ്ട് അടിയൻ ഭജിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പൊ ഈ 3 മാർഗങ്ങളും കൊണ്ട് കർമ്മയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ, ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ ഭജിക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ്. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർനിത്യമുക്താം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വിജ്ഞാനധാതാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി മഹിമോല്ലാസി നിർലീനമന്തർ നിസാഗാനാം മുനീന നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. സത്യമായതും ശുദ്ധമായതും ജ്ഞാനരൂപമായതും നിത്യമുക്തമായതും ആശങ്കകളില്ലാത്തതും നിർവികാരമായതും സകല ഗുണഗണങ്ങളെയും പ്രകാശിപ്പിക്കുന്നതിന് കാരണഭൂതമായതും കാരണമില്ലാത്തതും നിർമ്മലമായതും അന്തമില്ലാത്ത മഹിമയാൽ ഉല്ലസിക്കുന്നതും നിസ്സംഗരായ മുനിമാരുടെ ഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്നതും അനുപമമായതും സാന്ദ്രമായ പരമാനന്ദ പ്രകാശവുമായിട്ടുള്ള അവിടത്തെ സ്വരൂപം വിജയിക്കട്ടെ. അപ്പോ അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപം വിജയിക്കട്ടെ എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ളതാണ്? സത്യമായത്, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. അതുപോലെ ശുദ്ധമായത്, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാണ്. അതുപോലെ ജ്ഞാനരൂപമായത്, ഭഗവാൻ ജ്ഞാനരൂപിയാണ്. നിത്യമുക്തനായത്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിത്യമുക്തനാണ്, എല്ലാത്തിൽ നിന്നും മുക്തിയുള്ളതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആശങ്കകളില്ലാത്തവൻ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആശങ്കകളില്ല, ഒന്നിനെ കുറിച്ചും യാതൊരു ആശങ്കകളും ഭഗവാനില്ല. നിർവികാരമായത്, ഭഗവാൻ വികാരത്തിൽ നിന്നുമൊക്കെ അകന്ന് നിർവികാരനായ ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. സകല ഗുണഗണങ്ങളെയും പ്രകാശിപ്പിക്കുന്നതിന് കാരണഭൂതമായതും, അപ്പം നമ്മിലുള്ള എല്ലാവരിലുമുള്ള സകല ഗുണഗണങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ആ ഭഗവാനാണ്. അതിന് കാരണഭൂതനായത് ഭഗവാനാണ്. കാരണമില്ലാത്തതും നിർമ്മലമായതും അന്തമില്ലാത്ത മഹിമയാൽ ഉല്ലസിക്കുന്നതും നിസ്സംഗരായ മുനിമാരുടെ ഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്നതും അനുപമമായതും സാന്ദ്രപരമായ പരമാനന്ദ പ്രകാശവുമായിട്ടുള്ളതും അവിടുത്തെ സ്വരൂപമാണ്. അങ്ങനെയുള്ള അവിടുത്തെ സ്വരൂപം വിജയിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ മുനിമാരുടെ മനസ്സിലിരിക്കുന്നത് അത്രയും പ്രകാശമുള്ള, എന്താ പറയാ, പരമാനന്ദ പ്രകാശമുള്ളത് ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ വിജയിക്കട്ടെ എന്നാണ് പറയുന്നത്. ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിള ഷഷ്ടി പർവാഭിവീതം സംഭ്രാമ്യ ക്രൂരവേഗം ക്ഷണമനു ജഗദാചിത്യ സന്താവമാനം ഹ ചക്രം തേ കലാരൂപം ഹൃദയദുനാതു മാം ത്വത്പദൈകാവലംബം
വിഷ്ണോ കാരുണ്യ സിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഘാത്. അല്ലയോ വിഷ്ണു ഭഗവാനെ, ആർക്കും തടുക്കാൻ കഴിയാത്തതും 12 ആരക്കാലുകൾ ഉള്ളതും 360 മുനകൾ ഉള്ളതും അതിതീവ്രമായ വേഗത്താൽ ചുറ്റിക്കറങ്ങുന്നതും അനുനിമിഷം ജഗത്തിനെ ഛേദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതുമായ അവിടത്തെ കാലരൂപമായ ആ ചക്രം ഭഗവത് പാദത്തിൽ മാത്രം ആശ്രയമുള്ളവനായ അടിയനെ ദുഃഖിപ്പിക്കരുതേ. അല്ലയോ ഗുരുവായൂരപ്പ, അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. അപ്പോ ഭഗവാനോട് ആ പ്രാർത്ഥന പറയുകയാണ്. എന്താണ് പറയുന്നത്? അല്ലയോ വിഷ്ണു ഭഗവാനെ, ആർക്കും തടുക്കാൻ കഴിയാത്തതും, ഭഗവാനെ ആർക്കും തടുക്കാൻ കഴിയില്ല, 12 ആരക്കാലുകൾ ഉള്ളതും 360 മുനകൾ ഉള്ളതും അതിതീവ്രമായ വേഗത്താൽ ചുറ്റിക്കറങ്ങുന്നതും അനുനിമിഷം ജഗത്തിനെ ഛേദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതുമായ അവിടത്തെ കാലരൂപമായ ആ ചക്രം ഭഗവത് പാദത്തിൽ മാത്രം ആശ്രയമുള്ളവനായ അടിയനെ ദുഃഖിപ്പിക്കരുതേ. അല്ലയോ ഗുരുവായൂരപ്പ, അടിയനെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. അപ്പം ഭഗവാന്റെ ആ എന്തിനെ കുറിച്ച് പറയുന്ന സുദർശന ചക്രത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ സുദർശന ചക്രം ആരിലും പ്രയോഗിച്ച് അത് കാണുമ്പോഴുള്ള ഇതില് എന്തെങ്കിലും കർമ്മ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് അതിൽ ശിക്ഷിക്കാതെ എന്ത് ചെയ്യാണ്? ഭഗവാനിൽ അഭയം തരണേ, അങ്ങനെയുള്ള ഇത് കാണിച്ച സുദർശന ചക്രം, അങ്ങനെയുള്ള സുദർശന ചക്രം കാണിച്ച് അടിയനെ ദുഃഖിപ്പിക്കരുതേ. അതിൽ നിന്ന് കർമ്മബന്ധങ്ങളിൽ നിന്ന് അടിയന് മോചനം തരണമേ. എന്നിട്ട് എന്ത് ചെയ്യണം? അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ഗുരുവായൂരപ്പ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടേതായിട്ടുള്ള കർമ്മ ബന്ധനങ്ങള് അല്ലെങ്കിൽ നമുക്ക് കർമ്മദോഷങ്ങള്, മുജ്ജന്മ പാപങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം തന്നിട്ട് നമുക്കൊരു നന്മ തന്ന് ഭഗവാനിലേക്ക് ആ കർമ്മയോഗോ ജ്ഞാനയോഗോ ഭക്തിയോഗോ ഒക്കെ വഴി ഭഗവാനിലേക്ക് ആ ഒരു അഭയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭഗവാനോട് എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്താം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ ശ്യാം. ഹരേ കൃഷ്ണ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേന്ന് നോക്കാം കേട്ടോ. ജോൺ, അഭിലാഷ്, വിഷ്ണു മുരളീധരൻ, മുഹമ്മദ്, ധനേഷ് തനു, ശരത് KR കണ്ടൻശ്ശേരി, മുകേഷ് തവാൻ, സനൽ, ശ്രീലാൽ, അച്ചൂസ്, ആതിര, രശ്മി, മായ, വീണ, ആരാ? അനു എപ്പോഴും വരാറുണ്ടല്ലേ. ഗംഗ, വിശ്വനാഥ്, രേഷ്മ, ലക്ഷ്മിപ്രിയ, കീർത്തന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ ശ്യാം.